Forms of business organization, sole proprietorship, definition, characteristics, and suitability and formation of a sole proprietorship. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ ഫോമിലുള്ള ബിസിനസ്സുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കാണാം, അതായത് സിംഗിൾ ഓണർ, അതായത് ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് ചെയ്യുന്നതിനെ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരാൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒറ്റയ്ക്ക് തുടങ്ങുന്നു, അപ്പോൾ അതിനെ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. നിങ്ങളൊരു ഫ്രണ്ടിനെയും കൂടി കൂട്ടുന്നു, അല്ലെങ്കിൽ 2-3 ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിയിട്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഫോമിലാണ് ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ പാർട്ട്ണർഷിപ്പ് പോലെ ഏതൊക്കെ ഫോമിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകൾ കാണാം എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഏത് രീതിയിലുള്ള ബിസിനസ്സുകളാണ് തുടങ്ങുന്നത് നല്ലത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോകുന്ന ആളാണെങ്കിൽ ഏത് രീതിയിലുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നതാണ് നല്ലത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞ് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ബിസിനസ് ഓർഗനൈസേഷൻസ് മേ ബി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. It may be form of partnership firm or a joint stock company. Such arrangements of ownership and management is called as a form of business organization. Business organizations usually takes the following forms in India. നമുക്ക് ഇതിൽ പറയുന്നത് നമുക്ക് ഒരു സിംഗിൾ ഓണറായിട്ടുള്ള ബിസിനസ് കാണാം. സിംഗിൾ ഓണർഷിപ്പ്, ഒറ്റയാൾ ആണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ അത് സിംഗിൾ അല്ലേ, എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയാം. അതുമാത്രമല്ല 2-3 ആൾക്കാർ ചേർന്നിട്ട് നടത്തുന്നതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. ചിലപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് ഒരു കമ്പനീസ് ആക്ട് പ്രകാരം അല്ലേ ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിനെ നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അല്ലേ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നൊക്കെ പറയാം. അതുപോലെ ഏതൊക്കെ രീതിയിൽ അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം വർക്ക് ചെയ്യുന്നതിനെ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൽ താഴെ പറയുന്ന പോയിൻറ്റ്സ് നോക്ക്. ഒന്ന് സോൾ പ്രൊപ്രൈറ്റർ, സിംഗിൾ ഓണറാണ് അല്ലേ, ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നതിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. അതുപോലെ 2 അതിൽ കൂടുതലോ ആൾക്കാർ ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നതിനെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയും. മൂന്നാമത്തെ ജോയിൻ ഹിന്ദു ഫാമിലിയാണ്. ജോയിൻ ഹിന്ദു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി അതായത് ഫാമിലി ലോ, ഹിന്ദു ഫാമിലി ലോ പ്രകാരം, അതായത് പഴയ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹിന്ദു ഫാമിലി ലോൻ്റെ ബേസിൽ ആ ഒരു ഫാമിലി ബിസിനസ് നടത്തിയിരുന്നു. അപ്പോൾ അതിനെ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് കൂട്ടുകുടുംബമൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ബിസിനസ്സുകൾ കാണാൻ വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ കൂടുതലും റൂറൽ ഏരിയാസിലും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് പണ്ട് മുതലേ തുടർന്ന് വരുന്ന ഒരു ഫാമിലി ബിസിനസ് കാണാം. അത് ഹിന്ദു ലോ പ്രകാരം വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് ശരിക്കും. അപ്പോൾ അത്തരം ബിസിനസ്സിനെ ജോയിൻ ഹിന്ദു ഫാമിലി എന്ന് പറയും. അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് കാണാം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള കോപ്പറേറ്റീവ് എന്താണ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ബിസിനസ് ചെയ്യുന്നതിന് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും. അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള കമ്പനീസ് ആക്ട് പ്രകാരം ഒരുപാട് ആൾക്കാർ ചേർന്നിട്ട് നടത്തുന്ന ബിസിനസ്സിനെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാൾ ആദ്യമായിട്ട് തീരുമാനിക്കുന്നത് ഞാനത് ഒറ്റയ്ക്ക് ചെയ്യണോ, പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യണോ, ഞാനത് കമ്പനിയായിട്ട് ചെയ്യേണ്ടതാണോ എന്ന് തീരുമാനിക്കലാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എടുക്കാം. ദ ടേം സോൾ മീൻസ് സിംഗിൾ ആൻഡ് പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് ഓണർഷിപ്പ് അല്ലേ. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് എന്നാണ് അർത്ഥം. സോ ഓൺലി 1 പേഴ്സൺ ഈസ് ദ ഓണർ ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ് ഒരാളുടെ കയ്യിലാണ് ഉണ്ടാവുക. പോയിന്റ് നമുക്ക് നോക്കാം. എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓൺസ് ആൻഡ് മാനേജ് ദ ബിസിനസ് അല്ലേ. ഒരാൾ തന്നെ ബിസിനസ് നടത്തുന്നു, അയാൾ തന്നെ അതിനെ മാനേജ് ചെയ്യുന്നു അല്ലേ. അതോടൊപ്പം രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ടേക്സ് ദ പ്രോഫിറ്റ്സ് ആൻഡ് ബിയേഴ്സ് ലോസസ് ഈസ് നോൺ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ വേറൊരു പ്രത്യേകത, ഇതിനകത്ത് വരുന്ന ലാഭവും നഷ്ടവും എല്ലാം ആര് നോക്കണം? ഇയാൾ തന്നെ നോക്കണം. വേറെ ആരും ഇതിൻ്റെ നഷ്ടമൊന്നും വഹിക്കാൻ വേണ്ടി വരില്ല. നഷ്ടം വന്നു കഴിഞ്ഞാലും ലാഭം വന്നു കഴിഞ്ഞാലും അത് അയാൾക്കുള്ളതാണ്. മൂന്നാമത്തെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് business organization refers to a business enterprise exclusively owned, managed and controlled by a single person with all authority,
റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസ്ക്. അതായത് അയാൾ സ്വന്തം ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ അയാളതിനെ മാനേജ് ചെയ്യുന്നു, അയാളത് ഓൺ ചെയ്യുന്നു, സ്വന്തമായിട്ട് ചെയ്യുന്നു, അതുമാത്രമല്ല കൺട്രോൾ ചെയ്യുന്നു. ആ ബിസിനസ്സിനെ കംപ്ലീറ്റ് അയാൾ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എല്ലാ അതോറിറ്റി എല്ലാ അതോറിറ്റിയും അയാളുടെ കയ്യിലാണ്. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസ്ക്, എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാളുടേത് തന്നെയാണ്. അതിനകത്ത് വരുന്ന എന്ത് റിസ്ക്കും അയാൾ തന്നെ വഹിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ പ്രോഫിറ്റും അയാളുടേത് തന്നെയാണ്, അതിനകത്ത് വരുന്ന എല്ലാ ലോസും അയാൾ തന്നെ വഹിക്കേണ്ടതാണ്. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എ ടൈപ്പ് ഓഫ് ബിസിനസ് യൂണിറ്റ് വെയർ വൺ പേഴ്സൺ ഈസ് സോൾലി റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ദി ക്യാപിറ്റൽ ആൻഡ് ബിയറിംഗ് ദ റിസ്ക് ഓഫ് ദി എൻ്റർപ്രൈസസ് ആൻഡ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ എന്താണ് സോൾലി റെസ്പോൺസിബിൾ? അയാൾ സ്വന്തമായിട്ട് റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിത്തമുള്ള ആളാണ്. ഫോർ പ്രൊവൈഡിങ് ദി ക്യാപിറ്റൽ, അല്ലേ, ക്യാപിറ്റലും കൊണ്ടുവരുന്നത് അയാൾ തന്നെയാണ്, വേറെ ആരും ക്യാപിറ്റൽ കൊണ്ടുവരില്ല. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവരുന്ന പൈസയാണ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ആൻഡ് ബിയറിംഗ് ദി റിസ്ക്, അതിനകത്ത് വരുന്ന എല്ലാ തരത്തിലുള്ള റിസ്ക്കും അയാൾ ഏറ്റെടുക്കേണ്ടതാണ്. ആൻഡ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നതും അയാൾ തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം, ഇതിൻ്റെ സ്വഭാവം എന്നിങ്ങനെ നോക്കാം. സിംഗിൾ ഓണർഷിപ്പാണ് ഒന്നാമത്തെ. സിംഗിൾ ഓണർ ഹൂ ഹിംസെൽഫ് ഹെർസെൽഫ് സ്റ്റാർട്ട്സ് ബിസിനസ് ബൈ ബ്രിങ്ങിങ് ടുഗദർ ഓൾ ദ റിസോഴ്സസ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അയാൾ സിംഗിൾ ഓണറാണ്, അല്ലേ, അയാൾ ഒറ്റയ്ക്ക് തുടങ്ങുന്നതാണ്. ബ്രിങ്ങിങ് ടുഗദർ ഓൾ ദ റിസോഴ്സസ്, എല്ലാ റിസോഴ്സസും കൊണ്ടുവരുന്നത് അയാൾ തന്നെയായിരിക്കും. അതായത് എന്താണ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിലും ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും എന്ത് കാര്യമാണ്, അതിനകത്ത് വേണ്ട മെഷീനറീസ് ആണെങ്കിലും മെറ്റീരിയൽ റിസോഴ്സസ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടുവരേണ്ടത് അയാൾ തന്നെയാണ്. അപ്പോൾ അയാളുടെ സിംഗിൾ ആയിട്ടുള്ള ഓണർഷിപ്പാണത്. നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ഓണർഷിപ്പ് ഹെർസെൽഫ് മാനേജസ് ദ ബിസിനസ് ആസ് പെർ ഹിസ് ഹോർ ഓൺ സ്കിൽ ആൻഡ് ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിനകത്ത് നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് വേറൊരാളും ഓണർഷിപ്പ് വേറൊരാളും അല്ല, അയാൾ തന്നെയാണ് ഓണർഷിപ്പും അയാൾ തന്നെയാണ് മാനേജ്മെൻറ്റും, അല്ലേ. അപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് സക്സസ് ആവണമെങ്കിൽ അയാൾക്ക് എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, അയാൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയണം, അയാൾക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാൻ അറിയണം, അയാൾക്ക് ഫിനാൻസിനെ ഡീൽ ചെയ്യാൻ അറിയണം. ഇതൊക്കെ കൃത്യമായിട്ട് അയാൾക്ക് അറിയാവുന്നെങ്കിൽ മാത്രമേ അയാൾക്കൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റൂ. അടുത്ത പറയുന്നത് ലെസ് ലീഗൽ ഫോർമാലിറ്റീസ്. ഫോർമേഷൻ ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ് ഡസ് നോട്ട് ഇൻവോൾവ് എനി ലീഗൽ ഫോർമാലിറ്റീസ്. അതായത് ഇത്തരം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സുകൾ തുടങ്ങുന്ന സമയത്ത് അവർ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഏതൊരാൾക്കും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് പെട്ടെന്ന് തന്നെ തുടങ്ങാം. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള അപ്രൂവലോ സംതിങ്ങോ നമുക്കൊന്ന് കിട്ടാനോ കാര്യങ്ങളോ ഇല്ല. സാധാരണ ഇതൊരു പഞ്ചായത്തിൻ്റെ അണ്ടറിലാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയൊരു ലൈസൻസ്, അതുപോലെ തന്നെ ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ലൈസൻസ്, ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇതിനകത്ത് ഫോളോ ചെയ്യേണ്ടതില്ല. അടുത്ത പോയിന്റ് പറയുന്നത് നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ളതാണ്. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി മീൻസ് ബിസിനസ് മാൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഹിസ് ബിസിനസ് യൂണിറ്റ്. അതായത് അയാളുടെ ബിസിനസ്സിനകത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അയാൾ റെസ്പോൺസിബിൾ ആണ്. അത് വേറൊരാൾ കാരണം അത് ഉണ്ടായതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബിസിനസ് നഷ്ടത്തിലായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാളുടെ തലയിൽ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നോ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. സോൾ പ്രൊപ്രൈറ്റർ എൻജോയ്സ് ദ പ്രോഫിറ്റ് അലോൺ, അല്ലേ. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലും ലോസ് ആയിക്കഴിഞ്ഞാലും അത് അയാൾ ആരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ലോസ് ആണെങ്കിൽ അയാൾ തന്നെ വഹിക്കണം, പ്രോഫിറ്റ് ആണെങ്കിൽ അയാളുടെ സ്വന്തമാണ് ആ പൈസ. അത് മാത്രമല്ല അൺലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് ദ സോൾ പ്രൊപ്രൈറ്റർ ഈസ് അൺലിമിറ്റഡ്. അതായത് ബാധ്യത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ബിസിനസ് ചെയ്തിട്ട് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ, വലിയ രീതിയിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്നും, സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്നും അത് പിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് നഷ്ടം വന്നു അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല എന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല. ബിസിനസ് നഷ്ടം വന്നു കഴിഞ്ഞാൽ അയാളുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് ആ പൈസ, ആ ക്യാഷ് അത് കോടതി മുഖാന്തരോ കേസ് മുഖാന്തരോ ഈടാക്കുന്നതായിരിക്കും. അതുമാത്രമല്ല വൺ മാൻ കൺട്രോളിംഗ് പവർ ഓഫ് ദി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഓൾവേസ് റിമൈൻസ് വിത്ത് ദ ഓണർ, അല്ലേ. ഓണർഷിപ്പ് അയാളുടെ വൺ മാൻ കൺട്രോളാണ്, അയാളുടെ സ്വന്തം അധീനതയിലാണ് കമ്പനിയല്ല ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സുകളിലെ. അപ്പോൾ അയാൾ പറയുന്ന പോലെ ആയിരിക്കും ആ ബിസിനസ് നടക്കുക. സ്യൂറ്റബിലിറ്റി ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം. അപ്പോൾ ഏത് രീതിയിലുള്ള ബിസിനസ് തുടങ്ങുമ്പോഴാണ് നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൂടുതൽ അനുയോജ്യമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.
ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് സ്യൂട്ടബിൾ വെയർ അല്ലേ, ഏതൊക്കെ ബിസിനസ്സിനാണ് എന്താ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അനുയോജ്യമായിട്ടുള്ളത് നോക്കാം. മാർക്കറ്റ് ഈസ് ലിമിറ്റഡ്, ചെറിയ മാർക്കറ്റിൽ അല്ലേ. അതുമാത്രമല്ല ലോക്കലൈസ്ഡ് ആൻഡ് കസ്റ്റമേഴ്സ് ഗിവ് ഇമ്പോർട്ടൻസ് ടു പേഴ്സണൽ അറ്റൻഷൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ, ചെറിയ ചെറിയ എന്താണ് തുണിപ്പീടികകൾ, അതുമാത്രമല്ല പലചരക്ക് കടകൾ, ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ കൂടുതലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്. ഓരോ ആൾക്കാരുടെ സ്വന്തം ഓണർഷിപ്പിലുള്ള ബിസിനസ്സുകളായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു മാർക്കറ്റ് ആകുമ്പോൾ ലോക്കലൈസ്ഡ് കസ്റ്റമേഴ്സ് കൂടുതലും പേഴ്സൺ, അതായത് ഷോപ്പിലെ സെയിൽസ്മാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സാണ് നല്ലത്. അതുമാത്രമല്ല ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഈ സ്മോൾ ആൻഡ് ലിമിറ്റഡ് റിസ്ക് ഇൻവോൾവ് ഇല്ലേ. ക്യാപിറ്റൽ വളരെ കുറച്ച് പൈസ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് മതി എന്നുള്ളതെങ്കിലും നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എടുക്കാം. അതുമാത്രമല്ല ലിമിറ്റഡ് റിസ്ക് ഇൻവോൾവ്ഡ് ഇല്ലേ, ഒരുപാട് റിസ്ക് ഒന്നുമില്ല, ഒരുപാട് നഷ്ടം വരാൻ സാധ്യതയൊന്നുമില്ല. നമുക്കറിയാം സാധാരണ നമ്മുടെ നാട്ടിലൊരു പലചരക്ക് കട തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹ്യൂജ് ലോസ് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം ഉണ്ടാവില്ല, സെയിൽസ് നടക്കില്ല, അത്രയും ഉണ്ടാവും. അതിനകത്ത് നമുക്ക് വലിയ രീതിയിലുള്ള റിസ്ക്കോ കാര്യങ്ങളോ വരാൻ സാധ്യത കുറവാണ്. ദ നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ഇൻവോൾവ് manual skill, handicraft, filigree work and jewelry, tailoring, hair cutting ഒക്കെ. അതായത് പേഴ്സണൽ സ്കില്ല്, അതായത് ഇൻഡിവിജ്വൽ സ്കില്ല് ഇൻവോൾവ്ഡ് ആവുന്ന ചില വർക്കുകൾ, ഫോർ എക്സാമ്പിൾ ഹെയർ കട്ടിങ്, ടൈലറിങ്, ജ്വല്ലറി വർക്ക്, അതുപോലെ തന്നെ ഫിലിഗ്രി വർക്ക്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇതൊക്കെ ഒരു പേഴ്സണിൻ്റെ സ്കില്ലിനനുസരിച്ചാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം ബിസിനസ്സുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് തന്നെയാണ് നല്ലത് എന്നാണ് പറയുന്നത്. ഇനി ഒരാൾക്ക് എങ്ങനെ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഫോം ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഫോർമേഷൻ ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം. എനി പേഴ്സൺ ഹു ഈസ് വില്ലിംഗ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ആർക്ക് വേണമെങ്കിൽ, അതായത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് തുടങ്ങാം. ടു സ്റ്റാർട്ട് ബിസിനസ് ഡസ് നോട്ട് റിക്വയർ എനി ലീഗൽ ഫോർമാലിറ്റീസ് ടു ബി ഫുൾഫിൽഡ്. അപ്പോൾ ഒരു ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടില്ല. മൂന്നാമത്തത് ഇൻ സം കേസസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്, കെമിസ്റ്റ് ഷോപ്പ് എക്സെട്ര പെർമിഷൻ ഫ്രം ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഈസ് റിക്വയർഡ്. ചില കേസുകളിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത്, കെമിസ്റ്റ് ഷോപ്പ് അല്ലേ തുടങ്ങുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു മുനിസിപ്പാലിറ്റീൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. സാധാരണ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ വാട്ടർ ചെക്ക് ചെയ്യുന്നത്, അത് മാത്രമല്ല അതിൻ്റെ വേസ്റ്റസ് ഡിസ്പോസൽ ചെയ്യുന്ന പ്ലേസസ്, അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഒരു ലൈസൻസ് ആവശ്യമാണെന്ന് പറയാറുണ്ട്. നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ ഈസി ടു ഫോം ആൻഡ് വൈൻഡ് അപ്പ്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒന്നാമത്തതാണ് ഈസി ടു ഫോം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഫോം ചെയ്യാം, കൊണ്ടുവരാം, ബിസിനസ് തുടങ്ങാം. അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോൾ ക്ലോസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, വൈൻഡപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈസി ആൻഡ് സിമ്പിൾ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. No legal formalities are required to be observed. Business can be wind up any time if the proprietor so decides. അതായത് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. ലീഗൽ ഫോർമാലിറ്റീസ് വലിയ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഒരു എപ്പോൾ പെട്ടെന്ന് തന്നെ അത് വൈൻഡപ്പ് ചെയ്യണം, നിർത്തിപ്പോണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രൊപ്രൈറ്റർക്ക് അത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത് വേറെ ബിസിനസ് എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വിക്ക് ഡിസിഷൻ ആൻഡ് പ്രോംപ്റ്റ് ആക്ഷൻ ആണ്. Nobody interferes in the affairs of the sole proprietor organization. അത് മാത്രമല്ല ഇതിനകത്ത് പറയുന്നത് വേറൊരാൾ പുറത്തു നിന്നുള്ള ഒരാൾ ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യില്ല, ഇടപെടില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ക്വിക്ക് ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ. അതായത് പുറത്തുനിന്ന് ഒരാൾ ഇപ്പോൾ നമ്മൾ അഡ്വൈസും കാര്യങ്ങളെല്ലാം ചോദിക്കണം, വേറൊരാൾക്കാരോട് പറയും. ഇപ്പോൾ പാർട്ട്ണർഷിപ്പൊക്കെ ആണെങ്കിൽ മറ്റേ പാർട്ട്ണറോട് പറയണം, ആ പാർട്ട്ണർ സമ്മതിക്കണം, അതിനുശേഷം മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റൂ. പക്ഷേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ അങ്ങനെയല്ല, ആൾക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ്, അയാൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ അയാൾക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല നെക്സ്റ്റ് പറയുന്നത് ഡയറക്റ്റ് മോട്ടിവേഷനാണ്. എൻ്റയർ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ഗോസ് ടു ദ ഓണർ, മോട്ടിവേറ്റ്സ് ദ പ്രൊപ്രൈറ്റർ ടു വർക്ക് ഹാർഡ് ആൻഡ് റൺ ദ ബിസിനസ് എഫിഷ്യൻ്റ്ലി. അതായത് മൊത്തം പ്രോഫിറ്റ് പോകുന്നത് ഇയാളുടെ കയ്യിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് അയാൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഇല്ലേ. പ്രോഫിറ്റുകൾ ഡയറക്റ്റായിട്ട് അയാൾ അക്കൗണ്ടിലേക്ക് വരും ഇല്ലേ. അപ്പോൾ അയാളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല നെക്സ്റ്റ് വൺ മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് സീക്രട്ട്. അതായത് ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം വേറൊരാളുടെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ് സീക്രട്സ് ആർ നോൺ ഓൺലി ടു ദി പ്രൊപ്രൈറ്റർ, നോട്ട്
റിക്വയർഡ് ടു ഡിസ്ക്ലോസ് എനി ഇൻഫർമേഷൻ, നോട്ട് ബൗണ്ട് ടു പബ്ലിഷ് ഹിസ് ബിസിനസ് അക്കൗണ്ട്സ്. അതായത് അയാളുടെ ബിസിനസ് അക്കൗണ്ടുകൾ ആരെയും കാണിക്കേണ്ടയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ, അയാളുടെ ബിസിനസ്സിൻ്റെ സീക്രട്ട് ആരെയും ഡിസ്ക്ലോസ് ചെയ്യേണ്ട, ആരുടെ മുമ്പിലും അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രൊപ്രൈറ്റർക്ക് അയാളുടെ ബിസിനസ് സീക്രട്ട് കംപ്ലീറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ നേരെ മറിച്ചൊരു പാർട്ട്ണർഷിപ്പിലോ ഒരു കമ്പനിയിലോ ഒരിക്കലും അത്തരത്തിലുള്ള ബിസിനസ് സീക്രട്ട് സൂക്ഷിക്കാൻ വേണ്ടി അയാൾക്ക് പറ്റണമെന്നില്ല. അതുമാത്രമല്ല, പേഴ്സണൽ ടച്ച്, ഈസി ടു മെയിൻറ്റെയിൻ എ ഗുഡ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്, ഹെൽപ്പ് ടു റൺ ബിസിനസ് സ്മൂത്ത്ലി. അപ്പോൾ ഒന്നാമത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സുമായിട്ട് അയാൾക്കൊരു ഡയറക്റ്റ് ഇൻട്രാക്റ്റ് ഉണ്ടാവും. അതായത് അയാളാണ് സോൾ പ്രൊപ്രൈറ്റർ, അയാളാണ് മാനേജ് ചെയ്യുന്നത്, അയാൾക്ക് കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊരു എന്താണ് പറയുന്നത്, ഒരു പേഴ്സണൽ കോൺടാക്റ്റ് ആണ്, അത് ലൈഫ് ലോങ് അയാൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം കോൺടാക്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ലൈഫ് ലോങ് സ്മൂത്തായിട്ട് ബിസിനസ് കൊണ്ടുപോകാനും പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഒന്നാമത്തെ പോയിന്റ്. നോട്ട് ഓൾവേസ് പോസിബിൾ ടു അറേഞ്ച് സഫീഷ്യൻറ്റ് ഫണ്ട്. പ്രൊപ്രൈറ്റർ ഹാസ് ടു ലിമിറ്റഡ് കപ്പാസിറ്റി ടു റൈസ് ഫണ്ട്സ് ഫോർ ഹിസ് ബിസിനസ്. ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലിമിറ്റഡ് റിസോഴ്സസ് തന്നെയാണ്. അയാൾക്ക് എത്ര ഫണ്ട് വേണമെങ്കിലും കൊണ്ടുവരാമെന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഇല്ല. അയാളുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അത്യാവശ്യത്തിന് ഫണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ബിസിനസ് ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. കാരണം അയാൾക്ക് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ഫണ്ട് വേണം. ആ ഫണ്ട് കിട്ടാത്ത അവസ്ഥയിൽ അയാൾക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റണമെന്നില്ല. ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. രണ്ടാമത്തെ, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂഷൻ വലിയൊരു ഒരുപാട് കാലം നിലനിൽക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൽനെസ്, ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് പ്രൊപ്രൈറ്റർ ക്യാൻ ലീഡ് ടു ക്ലോഷർ ഓഫ് ദി ബിസിനസ്. സോ കണ്ടിന്യൂറ്റി ഓഫ് ബിസിനസ് ഈസ് അൺസർട്ടൈൻ. അപ്പോൾ ചിലപ്പോൾ ഇൽനെസ്, വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെത്ത് വന്നു കഴിഞ്ഞാൽ, ഇൻസോൾവൻസി, പാപ്പറായി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ ബിസിനസ് പെട്ടെന്ന് നിന്ന് പോകും. അതുമാത്രമല്ല, അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ് അല്ലേ. പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഓണർ ക്യാൻ ഓൾസോ ബി യൂസ് ടു മീറ്റ് ദ ബിസിനസ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡെപ്റ്റ്. അയാൾക്ക് ബിസിനസ്സിൽ നിന്ന് വന്നിട്ടുള്ള നഷ്ടങ്ങളോ ബാധ്യതയോ കാര്യങ്ങളോ അയാൾ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടി അതിനകത്ത് വരുന്നത്, കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. അതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. അടുത്ത് പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്. റിസോഴ്സസ് ആൻഡ് ദ മാനേജറൽ എബിലിറ്റി ആർ ലിമിറ്റഡ്, സോ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ബിസിനസ്. വലിയ രീതിയിലുള്ള ഒരു ലാർജ് സ്കെയിൽ ബിസിനസ്സാണ് അയാൾ നടത്താൻ പോകുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് അയാൾക്ക് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം വലിയ രീതിയിൽ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വലിയ രീതിയിലുള്ള ബിസിനസ്സിന് സ്യൂട്ടബിൾ അല്ല. അതുമാത്രമല്ല, ലിമിറ്റഡ് മാനേജറിയൽ എക്സ്പെർട്ടൈസ് അല്ലേ. അയാൾ തന്നെയാണ് മാനേജ്മെൻറ്റ്, അയാൾ തന്നെയാണ് ഓണർ. അപ്പോൾ അയാൾക്കുള്ള നോളജ് ഇത് മാത്രമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബിസിനസ്സിൻ്റെ മാനേജറിയൽ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് വലിയ രീതിയിലുള്ള ഒരു മാനേജറിയൽ എക്സ്പെർട്ടൈസ് ഉണ്ടാവണമെന്നില്ല. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ബിസിനസ് ചെയ്യുന്നതിനെ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ആൻഡ് അസോസിയേഷൻ ഓഫ് 2 or more persons who pool their financial and managerial resources and agree to carry on business and share its profits. The person who form a partnership are individually known as partners and collectively known as collectively a firm or a partnership firm. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ ആൾക്കാരോ അവർ ഒന്നിച്ച് ചേർന്നിട്ട് ബിസിനസ് ചെയ്യുന്നതിനെ അല്ലേ ക്യാരി ഓൺ ബിസിനസ് ആൻഡ് ഷെയർ ഇറ്റ്സ് പ്രോഫിറ്റ്സ്. അതിനകത്ത് വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അവരെന്ത് ചെയ്യും, ഈക്വലായിട്ട് ഷെയർ ചെയ്യോ. പാർട്ട്ണർഷിപ്പ്, അതായത് പാർട്ട്ണർഷിപ്പ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും അവർ സാധാരണ. അതിനെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് പറയുന്നത്. അത്തരം ഡീഡുകൾക്കകത്ത് അവർ കൃത്യമായിട്ട് പറയും ഇത്രയാണ് പ്രോഫിറ്റ് ഷെയർ. ചിലപ്പോൾ 1:1 ആയിരിക്കും, അല്ലെങ്കിൽ 1:2 ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, പാർട്ട്നേഴ്സ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർ എത്രയാണോ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, അവർ എത്രയാണോ എമൗണ്ട് കൊണ്ടുവരുന്നത്, അതിനനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്തെടുക്കുക. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ ലോസും പ്രോഫിറ്റും അവർ ആ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഈക്വലായിട്ട് വീതിച്ചെടുക്കുന്നത്. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ അവരെ ഇൻഡിവിജ്വലി അവരെ പറയുന്നത് പാർട്ട്നേഴ്സ് എന്നാണ് പറയുക. കളക്റ്റീവ്ലി നമ്മൾ അതിനൊരു ഫേം എന്ന് പറയും, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ വെച്ചിട്ട് അവർ ബിസിനസ് ചെയ്യുന്ന, ഒന്നിച്ച് ചേർന്ന് ബിസിനസ് ചെയ്യുന്നതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയും. ഓക്കെ, നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. എന്ത് സ്വഭാവമാണ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ നമുക്ക് കാണാൻ പറ്റുക. 1 2 or more persons, രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാരുണ്ടാവും. 2 കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പാണ്. അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അതായത് ഇത്രയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഒരാൾ 1 ലക്ഷം രൂപ കൊണ്ടുവന്നു, മറ്റൊരാൾ 50,000 രൂപയെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെയായിരിക്കും,
2:1 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ എത്രയാണോ അവർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അതിനനുസരിച്ചായിരിക്കും അവർ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഷെയർ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനെ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. അത് മാത്രമല്ല പ്രോഫിറ്റ് ഷെയറിങ് പ്രോഫിറ്റ്സ് ആൻഡ് ഓൺ ബിസിനസ് നമ്മൾ പറഞ്ഞ ഓൾറെഡി പ്രോഫിറ്റ് ഷെയർ ചെയ്തെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല എക്സിസ്റ്റൻസ് ഓഫ് ലോഫുൾ ബിസിനസ് അല്ലേ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനൊരു നിയമസാധുതയുണ്ട്. ഫോർ എക്സാമ്പിൾ അവരൊരു പാർട്ട്ണർഷിപ്പ് ഡീൽ ഉണ്ടാക്കി എന്നിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. ഇൻ കേസ് ഫ്യൂച്ചറിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയാൾക്കത് ലീഗലായിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അയാൾക്ക് എന്താണ് ലീഗലായിട്ട് അതിനെ സമീപിച്ച് കഴിഞ്ഞാൽ, കോടതി സമീപിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എത്രയാണ് കിട്ടേണ്ടത് ഈ കാര്യങ്ങൾ അല്ലേ. പാർട്ട്ണർഷിപ്പ് ആകുന്ന സമയത്ത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇല്ലേ, ചിലപ്പോൾ എന്താണ് ഒരാൾ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇല്ലേ, എത്രയാണോ പ്രോഫിറ്റ് ഷെയറിംഗ് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ലീഗലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ സ്വന്തമായിട്ട് തോന്നുന്ന പോലെ ചെയ്യുന്നതല്ല, അത് ലീഗലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്. ശരിക്കും പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് എത്ര പേഴ്സൺസ് ഉണ്ടെങ്കിലും, അതായത് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും അതൊരു ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് എന്താണ്, ഫേമിനുള്ള ഒരു ഏജൻ്റായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്. ബിസിനസ്സിനകത്ത് എത്ര നഷ്ടം വന്നു കഴിഞ്ഞാലും അവർ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ എങ്ങനെയാണോ ലാബിലിറ്റി, അതായത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ, ബാധ്യത വന്നു കഴിഞ്ഞാൽ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് കൊണ്ടുവരണം. അതേ രീതിയിൽ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യണം, സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ സംഭവങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതിന് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയും. അതുമാത്രമല്ല വോളണ്ടറി രജിസ്ട്രേഷനാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കണമെന്നും പാർട്ട്ണർഷിപ്പ് രജിസ്റ്റേർഡ് ആയിരിക്കണമെന്നും കമ്പൾസറി അല്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമില്ല. കമ്പൾസറി ആയിട്ടും പാർട്ട്ണർഷിപ്പ് എന്താണ് രജിസ്ട്രേഷൻ ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു നിയമസാധുതയുണ്ട്. അതായത് ലോഫുൾ ആവുന്നത് അതൊരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോമാണ്. പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒന്നാമത്തെ ഈസി ടു ഫോമാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് ഫോം ചെയ്യാം ഇല്ലേ, 2 ആൾക്കാരോ 3 ആൾക്കാരോ ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റും. അവൈലബിലിറ്റി ഓഫ് ലാർജ് റിസോഴ്സസ് ഇല്ലേ, 2, 3, 4 ആൾക്കാരുണ്ടാകുന്ന സമയത്ത് അവർക്ക് റിസോഴ്സസ് ഒരുപാട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല ബെറ്റർ ഡിസിഷൻസ് ഇല്ലേ, ഒരാളുടെ ഡിസിഷൻ ആവുന്ന സമയത്താണ് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം വരിക. 2, 3, 4 ആൾക്കാരുണ്ടാകുന്ന സമയത്ത് അവർക്ക് ആലോചിച്ചിട്ട് നല്ലൊരു ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എന്ത് ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുത്താൻ പറ്റും. കാരണം ഒരുപാട് ആൾക്കാരൊന്നുമില്ല, 1, 4, 5 ആൾക്കാരെ ഉണ്ടാവും. അപ്പോൾ അവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ അവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും അതിന്. അത് മാത്രമല്ല ഷെയറിങ് ഓഫ് റിസ്ക് അല്ലേ, അതിനകത്ത് വരുന്ന റിസ്ക് ഒരാൾ തന്നെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. പ്രോഫിറ്റ് എത്രയാണോ ഷെയർ ചെയ്യുന്നത് അതിനനുസരിച്ച് റിസ്ക്കും കൂടി അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ലേ. പാർട്ട്ണർഷിപ്പ് ഫേം ആവുന്ന സമയത്ത് അതിൽ എന്താണ്, എല്ലാ പാർട്ട്നേഴ്സും ഒരേ ക്വാളിഫിക്കേഷനിലുള്ള ആൾക്കാരായിരിക്കില്ല, ഒരേ സ്കില്ലുള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ അവരവരെ സ്കില്ല് അനുസരിച്ച് അവരവരെ ക്വാളിറ്റി അനുസരിച്ച് അവർ ഓരോ റോള് ഓർഗനൈസേഷനിൽ ചെയ്യുന്നതായിരിക്കും. ചില ആൾക്കാർ മാർക്കറ്റിങ്ങിൽ, ചില പാർട്ട്ണർ നല്ല മാർക്കറ്റിങ്ങിൽ നല്ല സ്പെഷ്യലൈസ് ആയിരിക്കും, അപ്പോൾ അയാൾ അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യും. ചില ആൾക്കാർ അക്കൗണ്ട്സിൽ നല്ല സ്പെഷ്യലൈസ് ആയിരിക്കും, അപ്പോൾ അയാൾ അതിൻ്റെ അക്കൗണ്ട്സ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് അതിനകത്ത് എടുക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലേ, ഓരോ ആൾക്കാരുടെ താല്പര്യങ്ങൾ അതിനകത്ത് സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. പിന്നെ സീക്രസി സോൾ പ്രൊപ്രൈറ്ററിൻ്റെ അത്രയും സീക്രസി ഇതിനകത്ത് ഇല്ലെങ്കിലും നോർമലി എന്താണ് ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് സാധിക്കാറുണ്ട്. അടുത്ത പറഞ്ഞ ലിമിറ്റേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ബിസിനസ് അല്ലേ. പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഒന്നാമത്തെ അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ലിമിറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ ഇൻസ്റ്റബിലിറ്റിയാണ് അല്ലേ. പാർട്ട്നേഴ്സ് എപ്പോഴും എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിൽ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു പോകുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റബിലിറ്റിയാണ്. പിന്നെ ലിമിറ്റഡ് ക്യാപിറ്റലാണ് അല്ലേ. 2, 3, 4 ആൾക്കാരുണ്ടെങ്കിലും തന്നെ അവർക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിന്, ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുമാത്രമല്ല നാലാമത്തെ നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ അല്ലേ. അതിനകത്ത് ഷെയർ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. എത്രയാണോ പാർട്ട്നേഴ്സ് ഒന്നുകിൽ അയാൾക്ക് വിട്ടു പോകാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ആ ഒരു ഷെയറിനെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഷെയർ ആ ഒരു ഇതിനെ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുമാത്രമല്ല പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് അല്ലേ, തർക്കങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ്.